ഇപ്പൊ എത്രത്തോളം ഇതിലേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ആസ് വിമൻ എന്റർപ്രണേഴ്സ് എപ്പോഴും അവർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാക്സിമം ഗിവിംഗ് ബാക്ക് ടു ദ വിമൻ കമ്മ്യൂണിറ്റി തന്നെ. അതായത് അവർക്ക് ആ സ്ട്രഗിൾ അറിയാവുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ വിമനെ എംപ്ലോയി ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യും. അപ്പോൾ എത്രത്തോളം ആൾക്കാർ ഇപ്പം ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവർ, ആൻഡ് എന്താണ് അങ്ങനെ ഒരു പ്രോസസ്? ഞങ്ങളിപ്പോൾ വീവിങ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 20+ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യിപ്പിക്കുന്നതല്ല, എല്ലാവർക്കും വർക്ക് കിട്ടണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഓരോ സ്ഥലത്ത് നമുക്കിപ്പോൾ ഇന്ന ഡിസൈൻ ഇന്ന വീവർ ചെയ്താൽ നല്ലതുണ്ടാവും, ഇന്ന യൂണിറ്റ് നിന്ന് ചെയ്താൽ നല്ലതുണ്ടാവും, നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പം എംബ്രോയിഡറിയുടെ കേസാണ് നമ്മളൊരു വാല്യൂ എഡിഷൻ പോലെ കംപ്ലീറ്റ്ലി ഹാൻഡ് എംബ്രോയിഡറി എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ സാധാരണ വീട്ടിലെ ആൾക്കാർ എംബ്രോയിഡറി ശീലമുണ്ടെങ്കിലും കേരളത്തിൽ കമ്പാരിറ്റീവ്ലി അത് കുറവാണ്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഒരു സാധനം ഇവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാം, അതിൽ ഇവർക്ക് ഒരു പൈസ വരും, അവരെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞപ്പോഴേക്കും അവർക്കും സന്തോഷം. അപ്പൊ നമ്മൾ ഇതിനോട് താല്പര്യമുള്ള കുറച്ച് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തു. അപ്പൊ അവരിപ്പോ റെഗുലർ ആയിട്ട് 3-4 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ കണ്ണൂരുള്ള കുറെ ചേച്ചിമാരുണ്ട്, റെജില ചേച്ചി, ശാലിനി ആന്റി, ഷംന. അപ്പം അവർക്കും നമ്മളെ ഭയങ്കര കാര്യമാണ്. അതായത് അവർക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നു, അവരെ ടാഗ് അവർക്ക് ഇവിടെ പ്രൊഡക്റ്റിൽ കാണുന്നു. അത് ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു ഡിസ്പ്ലേ കാണുന്നത്. അത് ഹൂ മെയ്ഡ് ഇറ്റ് അല്ലേ, അവരുടെ വിത്ത് ദെയർ ഫോട്ടോ ആൻഡ് അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അവരെ കുറിച്ച്. എന്താ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഒരു പ്രചോദനം എന്താ? നമ്മളിപ്പം ബംഗ്ലാദേശിലെല്ലാം കാണുന്ന ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ഭയങ്കര. അന്നേരം ആക്ച്വലി ഈ ഹൂ മെയ്ഡ് ക്ലോത്ത്സ് തന്നെ ക്യാമ്പയിൻ ഉണ്ട്. അത് ഇറ്റ് വാസ് എ ഡിഫറെന്റ് ക്യാമ്പയിൻ. അതായത് നമ്മൾ പ്രോഡക്റ്റ് ആരാ ചെയ്യുന്നത്, പിന്നെ അവരെ എക്സ്പ്ലോയിറ്റേഷനെ എഗൻസ്റ്റ് ആയിട്ട് ഒരു ക്യാമ്പയിൻ പോലെ വന്നത്. നമ്മൾ അത് എടുത്തിട്ട് നമ്മൾ പ്രോഡക്റ്റ്സ് ഒന്നും കൂടി ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നവർക്ക് ക്രെഡിറ്റ് കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ അത് എന്തായാലും മസ്റ്റായിട്ട് ഇപ്പം എല്ലാത്തിലും വെച്ചിട്ടുണ്ട്, വെക്കണം. നമ്മളതൊരു ഭയങ്കര മസ്റ്റായിരുന്നു. അവർക്കാണെങ്കിൽ അവര് ചെയ്തൊരു സാധനം ഒരാൾ വാങ്ങിക്കുമ്പോ അത് അവരാണ് ചെയ്തെന്ന് അവർക്ക് അതിൽ കാണുന്ന ഒരു ഹൈ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്കും അത് ഭയങ്കര സന്തോഷം. അപ്പൊ ചോദിക്കും, ഓ ദിസ് പേഴ്സൺ മേഡ് ക്ലോത്ത് അല്ല, മേഡ് ഷർട്ട് എന്നല്ല പറഞ്ഞിട്ട് ഫുൾ അവരെ കുറിച്ച് ചോദിക്കും. ഇപ്പൊ നമ്മൾ പ്രോസസ് ആണെങ്കിൽ ജസ്റ്റ് ഇത് എല്ലാം ആയിക്കോട്ടോ. കസ്റ്റമേഴ്സ് വരുമ്പോൾ ഈച്ച് ടാഗ് ദേ go through everything. അപ്പം they are very eager to know the story behind the product. അപ്പം അവർക്കും അതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. ഈ ഓൺട്രപ്രണർഷിപ്പിനോട് കുറിച്ച് അല്ലെങ്കിൽ ജനറലി നമ്മുടെ നാട്ടിലൊരു സംസാരമുണ്ട്, അതായത് ഫാമിലിയുടെയും സുഹൃത്തുക്കളുടെയും കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് ലാൻഡ് ചെയ്തു? ബിസിനസിനെ പറ്റി നമ്മൾ ഭയങ്കരമായി ചിന്തിക്കാത്തോണ്ട് ഇതൊരു ബിസിനസ് മോഡലായിട്ട് നിങ്ങൾ ആദ്യം ചിന്തിച്ചില്ല. ഓക്കെ, അതാണ് ചിന്തിച്ചത്. നമുക്ക് രണ്ടാക്കും നിന്നാ നമുക്ക് ഇതൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഗ്രാജുവേഷൻ പ്രൊജക്ട് ആണെങ്കിൽ രണ്ടാളും സെപ്പറേറ്റ് പ്രൊജക്റ്റാ. നമ്മൾ രണ്ടുപേരും ഫുൾ കംപ്ലീറ്റ്ലി നമ്മൾ രണ്ടാളും ഒരുമിച്ചാ ചെയ്യുന്നത്. കോളേജിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ 2 പ്രൊജക്ട്, പക്ഷെ എല്ലാ ദിവസവും ഈ 6 മാസം നമ്മൾ ദിവസം രാവിലെ കാണും, ഒപ്പര പഠിക്കും, തിരിച്ചു വരുന്ന അവസ്ഥ. നമുക്ക് ആക്ച്വലി ഒരു 4 weeks പോകേണ്ട ആവശ്യമുള്ളൂ. യൂഎസിലാണെങ്കിലും ഇപ്പം ക്രാഫ്റ്റ് റിലേറ്റഡ് എന്താണെങ്കിലും ആകെ ഒരു 4 weeks ആയിട്ട് 4 weeks അല്ലേ പോകേണ്ട ആവശ്യമുള്ളൂ റെഗുലർ. നമുക്ക് ഇതിനോട് ഓവർ ഇത് കാരണം നമ്മൾ ദിവസം പോകും. അങ്ങനെ ആ ഒരു എന്തൂസിയാസം നമുക്ക് രണ്ടുപേർക്കും അതായത് ഒരു കോംബോ വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് തോന്നി. അപ്പൊ ആ ഒരു ഫ്ലോയിൽ അങ്ങ് നമ്മൾ തുടങ്ങിയത്. അതായത് നമ്മൾ ഫ്രണ്ട്സ് ബിസിനസ് തുടങ്ങിയ പ്രശ്നമാവും. ആ സമയത്ത് അതൊന്നും ആലോചിക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ നടന്നുപോയി. അതിന്റെ ഒരു പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമുക്കൊരു പല ഡിസിഷൻ മേക്കിങ്ങിലും നമുക്കൊരു കോൺഫ്ലിക്ട് വരാൻ സാധ്യതയുണ്ട് അല്ലേ, പല സന്ദർഭങ്ങളിൽ. ഇപ്പോൾ ആരുടെയാണെന്നുള്ള, അപ്പൊ നിങ്ങൾ ഈ കോൺഫ്ലിക്ട്സ് എങ്ങനെ റിസോൾവ് ചെയ്യുക, എങ്ങനെ, വാട്ട് ഈസ് യുവർ ടേക്ക്? രണ്ടുപേരും കുറച്ചു നേരം മിണ്ടാണ്ടിരുന്ന് ചിന്തിക്കുമോ അതോ ഇത് അടിച്ചു തീർക്കുമോ? ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്, ഫർസിൻ എന്ന് പറഞ്ഞിട്ട്. ഫർസിൻ ഇപ്പൊ സുയുടെ പാർട്ട്ണറാ. അപ്പൊ നമ്മള് 3 പേരും എന്നുള്ള ഒരു കോംബോ ആണ് ഇപ്പൊ വർക്ക് ആവുന്നത്. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടെങ്കിലും നമുക്ക് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അപ്പൊ ഫ്രണ്ട്സ് ആണെന്നുള്ള ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇവക്ക് എന്താന്ന്
എഫക്ട് ചെയ്യും. ഞാൻ എങ്ങനെ പറഞ്ഞാലും ഞാൻ എഫക്റ്റഡ് ആവാം. Yes. അപ്പൊ അവനക്കാണെങ്കിലും ആ ഒരു ഇതുണ്ട്. പക്ഷെ പറയേണ്ടത് പറയട്ടോ. അദ്ദേഹം മുഖത്ത് നോക്കി പറയും, ആരാണെങ്കിലും. അത് നമുക്ക് ഒബ്വിയസ്ലി പറയാണ്ട് പറയാം, ഓപ്ഷൻ പറയാം. ഇല്ലല്ലോ. നമ്മൾ Right, right, right. നമ്മളിപ്പോ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിൽ വെച്ചിട്ട് നീ അന്ന് എന്നോട് അങ്ങനെ ചെയ്തില്ലേ. Yeah. ഇതിപ്പോ നമുക്ക് അവിടെ ട്രാൻസ്പെറന്റ് ആയിട്ട് അന്നത്തെ Correct. എന്താണ് ഇഷ്യൂ അത് റിസോൾവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ പോവാന്നുള്ളതല്ലാണ്ട് ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മളിത് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ലൈക് ബിസിനസ് വേറെ പേഴ്സണൽ ആ, ആ. പേഴ്സണൽ ഇതിലും നമ്മൾ തന്നെയാണ് ഹാങ് ഔട്ട് അതെ. ഇപ്പൊ ഇനീഷ്യലി ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞപ്പം ഈ റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും. നിങ്ങൾക്ക് എന്തായാലും ഒരു ജോലി കിട്ടില്ല. ഐ തിങ്ക് നിങ്ങൾ പ്ലേസ്ഡ് ആയിരുന്നു തോന്നുന്നല്ലേ ആഫ്റ്റർ ഓൾമോസ്റ്റ് ഇവർ ഓടിക്കളഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ഫോണിന്റെ ബാക്കിൽ വിളിച്ചു. അപ്പോ നിങ്ങൾക്കൊരു ലൈക്ക് ഒരു 9 to 5 അല്ലെങ്കിൽ ഒരു ജോബിലേക്ക് സെറ്റിൽ ആവുന്നതിലും നിങ്ങൾക്ക് അപ്പൊ വീട്ടിൽ നിന്ന് ചോദിക്കുമല്ലോ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യണോ, ഇത് നിങ്ങൾക്ക് സെറ്റ് ആവുമോ എന്നൊക്കെ. അപ്പൊ അവരുടെ ഇപ്പത്തെ ഒപ്പീനിയൻ എന്താ? ഇപ്പൊ മറ്റേ ഇതാണ് മറ്റേ ഇതില്ല, അത് ക്ലൗഡിലാണ് ഇപ്പൊ അവര് ഓ പോലെ അതേ മറ്റേ നാട്ടുകാർക്ക് അതേ ഞാൻ പറഞ്ഞതാ ഇവര് ശരിയാവും, ഇവര് അടിപൊളിയാണ്, ആ സീനാണ്. പക്ഷെ നമ്മള് വീട്ടുകാർക്ക് പണ്ടേ ഒന്നിനോട് അങ്ങനെ റെസ്ട്രിക്ഷൻസ് അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മള് ചെയ്യുന്നുണ്ട്, നന്നാവായിരിക്കും. അവർക്ക് നമ്മൾ കഷ്ടപ്പെടുന്നുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടാ. അവര് പറയും നമ്മൾ രാവിലെ മുതൽ രാത്രി, അന്നേരം നമ്മൾ കോളേജ് കഴിഞ്ഞ് തുടങ്ങിയ സമയത്താണെങ്കിലും രാത്രി വീട്ടിലെത്തി 8 മണിക്കൊക്കെ ഓഫീസിൽ നിന്ന് പോകുന്നത്. അപ്പൊ അവരൊരു ഈ സമയത്ത് നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നേ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ വൃത്തിക്ക് ശമ്പളം കിട്ടും, ഇത്ര സമയം പണിയെടുക്കണ്ട. ഇനിയിപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവര് ദിവസം വിളിക്കും രാത്രി, എന്താ എവിടെയല്ല നമ്മളൊരു ഇങ്ങനെ ഇവിടെ പണിയെടുക്കുന്നത്. അന്നേരം നിങ്ങക്ക് കുറച്ച് റെസ്റ്റ് എല്ലാം എടുത്തോട്ടെ. അവർക്ക് നമ്മള് റെസ്റ്റ് എടുക്കുന്നില്ല, ഹെൽത്ത് നോക്കുന്നില്ല, അങ്ങനത്തെ കൺസേൺ അല്ലാണ്ട് വേറെ ഇങ്ങനെ മോണിറ്ററി സാധനങ്ങളൊന്നും അല്ല, നമ്മളെ ഹെൽത്ത് നോക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ കൺസേൺ. എന്റെ പപ്പല്ല ഉച്ചക്കേ വിളിക്കുള്ളൂ ഫുഡ് അയച്ചോ. അതുപോലെ അതാണ് അവര് മെയിൻ കൺസേൺ. അവരും പ്രൗഡാണ് ലൈക്ക് അവരുടെ പെൺകുട്ടികൾ. പൊതുവെ ആൾക്കാർക്ക് പെൺകുട്ടികള് എന്താ ഭയങ്കര പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലോ ചെറുപ്പത്തിലൊക്കെ. അപ്പൊ ഇപ്പൊ വലുതായി പെൺകുട്ടികളൊക്കെ നന്നായിട്ട് ജീവിക്കുന്നു. ഫ്ലെക്സ് അടിച്ചു അച്ഛന് ഭയങ്കര പോപ്പുലറാ നാട്ടില്. അതെങ്കിലും ലൈക് ശില്പിയ. അപ്പൊ എല്ലാവർക്കും അറിയാം അച്ഛൻ എന്തെങ്കിലും സ്റ്റോറി ഇടുമ്പോഴത്തേക്കും നാട്ടുകാർ വന്നറിയുന്നുണ്ട്. അപ്പൊ അവർക്ക്